മാംഗല്യസൂത്രം ഭാഗം 19. വീട്ടിലെത്തിയതും അനു ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി വന്നു കിടന്നു. എൻഗേജ്മെൻറ്റിൻ്റെ ക്ഷീണമായിരുന്നു. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. പരിചയമില്ലാത്തൊരു നമ്പർ. അവൾ കോളെടുത്തു. മറുതലത്തിലുള്ള സൗണ്ട് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. കാശിയേട്ടൻ. ഹലോ, എന്താ അനു, എന്നെ മനസ്സിലായോ? അവൻ ചോദിച്ചു. പിന്നെ മനസ്സിലാവാതെ? അതും പറഞ്ഞ് അവളൊന്ന് ചിരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? ഇഷ്ടമായോ ഡെക്കറേഷൻസൊക്കെ? ആ, ഇഷ്ടമായി എന്നവൾ മറുപടി പറഞ്ഞു. അങ്ങനെ അവരുടെ സംഭാഷണങ്ങൾ നീണ്ടു. ആദ്യത്തേതിൽ കാശിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇതിലുണ്ടാവാൻ പാടില്ല എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. കാരണം തിരക്കുകൾ കൊണ്ട് മാളുവിനെ വിളിക്കാനോ സംസാരിക്കാനോ അവളെ മനസ്സിലാക്കാനോ അവന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ആവരുതെന്ന് അവനുണ്ടായിരുന്നു. ഇപ്പോൾ വിദേശത്തുള്ള ബിസിനസ്സുകളൊക്കെ അവൻ്റെ അനിയനാണ് നോക്കുന്നത്, നാട്ടിലുള്ളത് കാശിയും. അതുകൊണ്ട് തന്നെ അനുവിനോട് സംസാരിക്കാനും അവന് പറ്റുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ രണ്ടുപേരും ബിസിനസ്സും അവരുടെ ഓഫീസും കാര്യങ്ങളായി തിരക്കിലാണ്. എങ്കിലും ഫ്രീ ആകുമ്പോൾ രണ്ടുപേരും വിളിക്കാറുണ്ട്. അങ്ങനെ അവർ അവരുടെ ലോകത്തായി അവരുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ച്. ഇതൊക്കെ കാണുമ്പോഴും ഇരു വീട്ടുകാരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാശിക്ക് അനുവിനെ കാണാൻ തോന്നി. അങ്ങനെ അനുവിനോട് നമുക്കൊന്ന് കണ്ടാലെന്ന് ചോദിച്ചു. അപ്പോൾ അവളും സമ്മതിച്ചു. അങ്ങനെ ലീവുള്ള ഒരു സൺഡേ രണ്ടുപേരും ബീച്ചിൽ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചു. കാശി തന്നെ വന്ന് അവളെ പിക്ക് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ സംസാരിക്കാനോ കാണാനോ മടിയില്ല. ഇടയ്ക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ കാശി വീഡിയോ കോളും ചെയ്യാറുണ്ട്. ഇവർ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് ഇത്രമേൽ അടുത്തതുകൊണ്ട് രണ്ടുപേർക്കും അത് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ പഴയ ഓർമ്മയിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു മോചനം അവർ പ്രതീക്ഷിച്ചതേയില്ല. ഇന്ന് കറങ്ങാൻ പോകുന്നതുകൊണ്ട് അനു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടക്കാത്തതുകൊണ്ട് രണ്ടുപേർക്കും ഇതെല്ലാം പുതിയ അനുഭവമായിരുന്നു. രണ്ടുപേരും പരസ്പരം പ്രണയിക്കാനും തുടങ്ങി. അനു രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി റെഡിയായി. ജീൻസ് ആൻഡ് ടോപ്പാണ് അനുവിൻ്റെ വേഷം. കയ്യിലൊരു ബ്രേസ്ലെറ്റും ഒരു വാച്ചും മാത്രം. എത്ര കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങിയിട്ടും അവൾക്ക് മതിയാവാത്തതുപോലെ. കാരണം വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് തൻ്റെ മനസ്സ് കീഴടക്കിയ അവനെ കാണാൻ അവൾക്കും കൊതിയായി. കാശിയുടെ അവസ്ഥയും അതുപോലെ തന്നെ ആയിരുന്നു. ഇത്രയും നാൾ ഫോർമൽ മാത്രം ഇട്ടിരുന്ന കാശി ഇന്ന് ടീഷർട്ടും ജീനും ഇട്ടൊരുങ്ങി വരുന്നത് കണ്ട് ആ വീട്ടിലുള്ളവരൊക്കെ ഞെട്ടി. കാരണം കാശി ഇങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. അധികവും കാശി കാറാണ് ഉപയോഗിക്കാറ് യാത്രയ്ക്ക്. പക്ഷെ ഇന്നൊരു ചേഞ്ചിനായി ബുള്ളറ്റ് എടുത്തിട്ടാണ് അനുവിനെ കൂട്ടാൻ പോയത്. മുറ്റത്തൊരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടാണ് അനു പുറത്തേക്ക് ചെന്നത്. ബുള്ളറ്റ് കണ്ടതും അവളൊന്ന് ഞെട്ടി. കാരണം കാശി കാർ എടുത്തിട്ട് വരുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ ഈ ഒരു നീക്കം അവൾക്ക് വിശ്വസിക്കാനായില്ല. അവളൊന്ന് ഞെട്ടി. അങ്ങനെ കാശിയുടെ പിറകിലായി അനു കയറിയിരുന്നു. അവനെ പിടിക്കാതെ മുട്ടാതെയാണ് അവൾ കയറിയിരുന്നത്. ഇതെന്താനും ഇങ്ങനെ ഇരിക്കുന്നേ? നീ എൻ്റെ അടുത്ത് ഇരിക്കുന്നെന്ന് കരുതി ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിടിച്ചിരിക്കെ, ഇല്ലെങ്കിൽ വീഴും. അത് കേട്ടതും അവൾ അവനോട് ചേർന്നിരുന്നു. എന്നിട്ട് തോളിൽ അവൾ കൈവെക്കാൻ പോയതും ആ കൈകൾ അവനെടുത്ത് അവൻ്റെ വയറിലൂടെ വട്ടം പിടിപ്പിച്ചു. ഈ സമയം രണ്ടുപേർക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവരുടെ ഉള്ളിലെ പ്രണയം അവർ മനസ്സിലാക്കി തുടങ്ങുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ യാത്ര ചെന്നെത്തിയത് ബീച്ചിലേക്കായിരുന്നു. രണ്ടുപേരും ബീച്ചിലൂടെ കൈകോർത്ത് നടന്നു. ഒന്നിച്ചിരുന്ന് കുറേയേറെ സംസാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ മടങ്ങിയത്. അവരവരുടെ കുറച്ച് നിമിഷങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കല്യാണത്തിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി. തുടരും.